ഹലോ. എന്താടോ വിളിക്കാൻ വേണ്ടി വിളിക്കാണ്ടിരുന്നു? കുറച്ച് തിരക്കിലായിപ്പോയേക്കാ. ആണോ? കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഒരു വരുന്നു. എനിക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നി. മോശപ്പെട്ട ഒരു രീതിയിലോട്ട് പോകുമോന്നൊരു പേടി നിങ്ങളെ വർത്താനം കേൾക്കുമ്പോ. ഇങ്ങനെ മോശപ്പെട്ട രീതിയിലൊന്നും പോവില്ല. അതിപ്പോ നമ്മ രണ്ടുപേരും മനസ്സ് വെച്ചാലല്ലേ പോവുള്ളൂ. ഞാൻ മനസ്സെക്കൂല. ഞാൻ മനസ്സ് വെക്കും. അയ്യേ, ഞാനൊന്നും മനസ്സെക്കൂല. ഞാൻ എന്തായാലും മനസ്സ് വെക്കും. എന്നാ ചെയ്യുന്ന കട്ട് ചെയ്യാനപ്പോ വിളിച്ചേ? എന്തിനാ വിളിച്ചേ? പറ. ഇങ്ങനെ സംസാരിക്കണം തോന്നി. കണ്ണീന്ന് ഇപ്പോഴും പോയിട്ടില്ല എന്റെ മുഖം. അന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടോ? എപ്പോഴും ഇന്ന സത്യം ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. തിരിഞ്ഞ് കിട്ടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. പിന്നെ വൈഫും ഇല്ലല്ലോ വീട്ടില്. അപ്പൊ എന്തേ കിടക്കയിൽ മൂട്ടുണ്ടോ? തമാശക്കാരി. അല്ല, ഞാൻ വിചാരിച്ചേ കിടക്കയില് മൂട്ട വല്ല കൊതുണ്ടായിരിക്കും. ഒരുപോലെ കണ്ടച്ചില്ലാന്നൊക്കെ പറഞ്ഞില്ലേ, ഉറങ്ങിയിട്ടില്ലാന്ന്. ഉറങ്ങി തിരിയുമ്പോ നിന്റെ മുഖം ഇങ്ങനെ കാണണേ. ഓ എന്റെ പടച്ചോനെ, ഇത്രക്കൊക്കെ വേണം. എന്താ പിന്നെ എന്റെ വീടിന്റെ അടുത്തുള്ളേ ആ ഷെരീഫാന്നത്തെ വീടില്ല, അത് വന്നിരുന്നു അവിടെ കട വന്നിരുന്നു. അതെ അതെ. അവള് കുറച്ച് തിരിഞ്ഞ ആളാണല്ലേ? എനിക്കറിയാൻ പാടില്ല. അവളെ നോട്ടം ഭാവങ്ങളൊക്കെ ഒരു പ്രത്യേക ടൈപ്പ്. എന്തേ നിങ്ങളെ വളക്കാൻ നോക്കിയാ? അത് ചെറുതായിട്ട്. നമ്മള് പിന്നെ അങ്ങനത്തെ ഒരു ടൈപ്പല്ലോ. നമുക്ക് നല്ല ഒരാള് മതി, ഭർത്താവ് വേണ്ട. അത് ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ആളെ. അറിയാം. എനിക്ക് അവരെ പറ്റി കൂടുതൽ അറിയില്ല. അങ്ങനെ കാണും ചിരിക്കും. പിന്നെ ഇപ്പൊ ഇങ്ങനെ അവള് ദിവസം ജോലിക്ക് പോണ ആളല്ലേ. അങ്ങനെ നമ്മള് വീട്ടിലിരിക്കുന്ന ആൾക്കാരല്ലേ. അവളങ്ങനെ കാണാറില്ല. ഭയങ്കര കൊഞ്ചലും കുഴയിലൊക്കെ ആയിരുന്നു. അതെ, കസ്റ്റമർ വന്നാൽ പിന്നെ നമ്മൾ ആ ലെവലിൽ നിൽക്കാൻ പാടുള്ളൂ. ലെവലിൽ നിൽക്കാൻ പാടില്ല. നമ്മളെ ബിസിനസ് അല്ലേ, തിരിച്ചു കളിച്ച് നമ്മൾ നിൽക്കണം. പക്ഷെ അവളെ രീതി വേറെ. ഇപ്പൊ സത്യം പറയാലോ, ഇനി നീ ഇത് ചോദിക്കാനൊന്നും വേണ്ട. അവളൊരു പേപ്പറിൽ നമ്പർ എഴുതിയിട്ടേ പോണ സമയത്ത് കറക്റ്റ് ഞാൻ ആ മേശ, നീ എന്തിനാ മേശല്ലേ, ആ മേശയുടെ അടുത്ത് വെച്ചിരുന്നത്. കറക്റ്റ് നമ്പർ തന്നു. ഞാൻ വിളിക്കാനൊന്നും പോയില്ലട്ടാ. അല്ല, ഒന്ന് വിളിച്ചോക്ക്. വേണ്ട വേണ്ട വേണ്ട. അല്ല, നോക്കാലോ. അത് വേണ്ട. എന്താണ് അവള് പറഞ്ഞെന്ന് കേട്ടോക്കാലോ. അത് വേണ്ട, അത് പണിയാ. അത് വിളിച്ചാ പണിയാ. അത് അവള് നമ്പർ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താണ്? അവള് വേണമെന്നുള്ളതാണ്. അപ്പൊ അവൾക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് നമ്പർ തന്നിട്ടല്ലോ. ഞാൻ ഈ നമ്പർ അല്ല, ഈ നമ്പർ തന്നത് ഡ്രസ്സിന് വേണ്ടിട്ടല്ലേ, കുട്ടിയുടെ ഡ്രസ് ഉണ്ടല്ലേ. അത് ശരിക്കും പറഞ്ഞ ഞാനല്ലേ ഇപ്പൊ വളച്ചെടുത്ത്. അതൊക്കെ വളഞ്ഞ് എനിക്കറിയാലോ. എനിക്കറിയാം. ഇപ്പൊ സത്യം പറയട്ടെ, എന്റെ ഫോണ് വരാൻ വേണ്ടി കാത്തുന്നല്ലേ, ഒറ്റടിക്ക് നീ എടുത്ത്. എനിക്കൊരു വാശിയായിരുന്നു. ഇങ്ങോട്ട് വിളിക്കൂല, അല്ലല്ല ഇങ്ങോട്ട് വിളിക്കില്ല, അങ്ങോട്ട് വിളിക്കണം എന്നുള്ള ഒരു ഇതിലാണ് നീ ഫോണ് വന്ന ഫസ്റ്റ് ഞാൻ ബെല്ലടിക്കുമ്പോ നീ എടുത്തു. ഇനി ഒരു കാര്യം, ഞാൻ ഒരു കാര്യം സത്യം ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് മറുപടി പറയാൻ പാടുള്ളേ. എന്നെ ഇഷ്ടല്ലേ? അല്ലല്ലല്ല, അതെ, ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട്. അല്ലെങ്കിൽ വേണ്ട. ഞാൻ രണ്ടും കൽപ്പിച്ചിട്ടേ. അല്ലെങ്കിൽ വേണ്ട, നമ്മൾ തീരുമാനിച്ചല്ലേ. അല്ല, എനിക്ക് വേണം. വേണ്ട, ഞാൻ വരും. അയ്യേ, ഞാൻ ഇല്ലട്ടാ, ഞാൻ പോവാ, വീട്ടിക്ക് പോവാണ്. അതൊരു കുഴപ്പമില്ല. അതെ, ഇന്ന് നൈറ്റിൽ എന്തായാലും ഞാൻ വരും. ഞാൻ വാതിലുറപ്പില്ലാട്ടാ. എന്തായാലും വരും. ഇവിടെ ആരില്ലാത്തല്ലേ. എന്താ എനിക്ക് പേടി. നീ ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേക്ക്. എന്താ പറ? പറഞ്ഞേക്കടോ. ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നുണ്ട്, സംശയമുണ്ട്. ഇല്ല കുഴപ്പമില്ല.
ഉം. അതാ ദജ്ജാലാണ് ആര് ഭാര്യ. ഭാര്യ കേക്കണ്ടട്ടാ. ഭയങ്കര സംശയം. അതെ. ഒരു പ്രത്യേക ടൈപ്പാ. ഉം. ഒരു 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 പിന്നെ ഒരു മോനുള്ള കാരണം പിടിച്ചു നിർത്തിയതാണ്. ഉം. ഇല്ലെങ്കിൽ അത് അതിനെ എന്നോ ചവിട്ടി പുറത്താക്കേണ്ട സമയം. അത് പൊതുവെ ഈ വടകരക്കാരികൾക്ക് അങ്ങനെ ഉണ്ടല്ലേ. വടകരയിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട് രണ്ടിനും അത് തന്നെയാണ്. എനിക്കറിയില്ലട്ടാ അതിനെ പറ്റിട്ട്. പലഹാരം ഉണ്ടാക്കാൻ അടിപൊളിയാ. അതെ. എന്റെ കൈപ്പുണ്യം ഞാൻ ഒന്ന് അറിയണം. എന്റെ കൈപ്പുണ്യം അറിയണ്ട. അല്ലല്ല എന്തായാലും അത് അതെ ഇങ്ങോട്ട് ഒന്നും പറയണ്ട. ഞാൻ എന്തായാലും കഴിച്ചു. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പേടിയാണ്. ആൾക്കാരതൊക്കെ ഞാൻ നോക്കും. എന്റെ വീട് ഇതൊക്കെ എനിക്കറിയാലോ. അവിടെ ഒരു മനുഷ്യല്ല. വേണ്ടട്ടാ, വെറുതെ ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിച്ചിട്ട് എനിക്ക് പേടിയാ. ഒരു പ്രശ്നവുമില്ല. ഞാൻ എന്തായാലും ഈ ഒരു കാര്യം ചെയ്യണം. എന്താണ്? ഗേറ്റ് ഇത് ഇടണ്ട. അത് നല്ല സിമ്പിൾ ആയിട്ടുണ്ട് വരാം. നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ. അതെ, ഈ രാത്രി ആകുമ്പോഴാണ് പണി. ഞാൻ പകല് വന്നിട്ട് കൂടിക്കൊണ്ട് ആരും വരില്ല. ഇവിടെ ആരെങ്കിലും ചിലപ്പോ വരുമ്പോഴൊന്ന് പോയാ അവിടുന്ന്. അല്ല, രാത്രി വേണ്ട. ഞാൻ ഒരു 6 മണിക്ക്. നീ വെറും ഉണ്ടാടുന്ന 6 മണിക്ക് ഞാൻ വരും. 6 മണിക്ക് കണ്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് സംസാരിക്കാൻ ഞാൻ വേണമെങ്കിൽ കടയിലേക്കോ പാർക്കിലേക്കോ എടുത്തേന്ന് വരാം. അത് വേണ്ട. പറ്റില്ല. പറ്റില്ല. എന്തേലും അറിഞ്ഞാണ്ടല്ലോ ഈ ഫോണെന്നൊക്കെ. ആരും അറിയില്ല. ഞാൻ ഈ അല്ലാത്ത ഒരു മനുഷ്യൻ അറിയില്ല. കുട്ടി എപ്പോഴാ ട്യൂഷൻ കഴിഞ്ഞ് വരിക? അവന് 6:30 മണിയാവും. അപ്പൊ 6 മണിക്ക് ഞാൻ കയറും. ഞാൻ മേലത്തെ റൂമിലുണ്ടാവും. എന്തിന്? വീടൊക്കെ മനസ്സിലാക്കിക്കണല്ലേ? എനിക്കറിയാലോ. ശരി, എക്സ്പീരിയൻസ് ഒന്നുമില്ല. 6 മണിക്ക് ഞാൻ വരും. 6 മണിക്ക് ഞാൻ വന്നിട്ട് ഈ നമ്മള് മേലെ റൂമില് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നുണ്ട് അവിടെ. നല്ലത്. നിങ്ങള് ഒറ്റയ്ക്ക് വീട്ടിലിരുന്നാ പോരെ? അത് വേണ്ട, കണ്ണ് കാണണം. എന്തിന് കാണണം? അതെ, ജീം ഉണ്ടാടുന്നോ 6 മണിക്ക് ഞാൻ വരും. വാതിൽ തുറന്നിട്ടോ മേലത്തെ റൂമിക്കാൻ വരും. ഇല്ലതെന്ന് ആരും അറിയാൻ പോകുന്നില്ലല്ലോ. ഒരു മനുഷ്യൻ അറിയാൻ പോകുന്നില്ല. 6 മണിക്കിട്ടാ. ഓക്കെ അല്ലേ? നോക്കട്ടെ എന്നല്ല, ഓളോ സിപ്പാക്കല്ലേ. 6 മണിക്കിട്ടാ. കറക്റ്റ് 6 മണിക്ക്. ഇല്ല, പേടിക്കണ്ടെന്ന് ഞാനല്ലേ പറഞ്ഞത്. പേടിക്കണ്ട കുട്ടിയെ. ഓക്കെ അല്ലേ? ഓക്കെ.